നമസ്കാരം. നിയന്ത്രണ രേഖയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രബുദ്ധ കേരളത്തിൽ ഒരു മനുഷ്യജീവൻ മന്ത്രവാദത്തിനിരയായി അവസാനിച്ചുവെന്ന് എങ്ങനെ വിശ്വസിക്കും? സത്യത്തിൽ കേരള സമൂഹത്തിന്റെ ആഴങ്ങൾ അറിയാവുന്നവർ ഇതിൽ അത്ഭുതമില്ല എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ഞെട്ടലുണ്ടാകുന്നത്. അത്രയും വ്യാപകമാണ് അന്ധവിശ്വാസത്തിന്റെ വേരുകൾ എന്നത് കാണാതെ പോകുന്ന സത്യം മാത്രം. ഇന്ന് നിയന്ത്രണ രേഖ ചർച്ച ചെയ്യുന്നത് ഈ ചോദ്യമാണ്: പ്രബുദ്ധ കേരളം മന്ത്രവാദത്തിൽ ചെന്ന് വീഴുന്നത് എന്തുകൊണ്ട്? ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് യുക്തിവാദി സംഘം കേരള സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ, പ്രമുഖ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ, അറേബ്യൻ ജ്യോതിഷ മാന്ത്രിക വാസ്തുവിദഗ്ധൻ ഡോക്ടർ കളരിത്തൊടി ഉസ്മാൻ മുസ്ലിയാർ, വട്ടപ്പറമ്പ് ജമാഅത്ത് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ ജവാദ്, ജ്യോതിഷ താന്ത്രിക ആചാര്യൻ ദീപു നമ്പൂതിരി, ഒപ്പം പ്രേക്ഷകരുമാണ്. ആദ്യം ശ്രീ ജവാദ്, താങ്കളുടെ പ്രദേശത്താണ് കേരളത്തിന് ഇപ്പോൾ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായത്. മന്ത്രവാദത്തിനിരയായ ഒരു യുവതി വളരെ ക്രൂരമായി കൊല്ലപ്പെട്ടു എന്നുള്ളത്, ആ സംഭവത്തെക്കുറിച്ച് താങ്കൾക്ക് അറിയാവുന്നത് എന്താണ്? കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഒരു 4 മണിയോടുകൂടി കരുനാഗപ്പള്ളി തഴവ കടത്തൂർ കണ്ണങ്കര കുറ്റിയിൽ ഹസൻ കുഞ്ഞ് എന്ന് പറയുന്ന ആളുടെ മകൾ ഹസീന ദാരുണമായി കൊല ചെയ്യപ്പെട്ടു എന്ന് ഞങ്ങളെല്ലാവരും അറിയാനിടയായി. പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആ കുട്ടിക്ക് ഏതാണ്ട് 10 വയസ്സുള്ളപ്പോൾ മുതൽ കടുത്ത മാനസിക രോഗമുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ വീടിന് സമീപമുള്ള ഒരു സഹായി, ഒരു റിട്ടയർഡ് അധ്യാപകനാണെന്ന് മനസ്സിലാകുന്നു. അദ്ദേഹം സമീപിച്ച് ഇങ്ങനെ ഒരു ആളുണ്ട്, അദ്ദേഹം പലരെയും ചികിത്സിച്ച് രോഗം ഭേദമാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ മകളെ ചികിത്സിച്ചാൽ ആ കുട്ടിക്ക് രോഗം മാറ്റിത്തരുമെന്ന് പറയുകയും ആ പിതാവിന് നിർദ്ദേശാനുസരണം ഇതുവരെ ആദിക്കാട്ടുളങ്ങരയിൽ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ശ്രീ സിറാജുദ്ദീൻ ആ വീട്ടിൽ വരികയും ആ കുട്ടിയുടെ വീട്ടുകാരുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ഈ കുട്ടിക്ക് ബാധയാണ്, ആ ബാധ ഒഴിപ്പിച്ചാൽ ഈ കുട്ടിക്ക് അസുഖം മാറുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 4 മാസക്കാലമായി പെൺകുട്ടി അവിടെ ചികിത്സിക്കുകയാണ്. ആ ചികിത്സയെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാത്രി കാലങ്ങളിലാണ് ഇതിൻ്റെ ചികിത്സ. ആ കുട്ടിയുടെ ശരീരത്തിൽ ജിന്ന് കയറി എന്നാണ് പറയുന്നത്. ആ ജിന്നിനെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ജോലി അവർ നടത്തി. അതിൻ്റെ ഭാഗമായി മാസങ്ങളോളം, വേണ്ട 4 മാസക്കാലം ചികിത്സ നടത്തിയപ്പോൾ ഈ ജിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ ആ കുട്ടിയെ പട്ടിണിക്കിടണം. അത് ഒരു ദിവസം ഒരു ചപ്പാത്തി മാത്രമാണ് കൊടുക്കുന്നത്. ജിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ ഈ ജിന്നിന് പട്ടിണി ഇട്ടാൽ മാത്രമേ ജിന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞ് പട്ടിണിക്കിട്ട് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചൂരൽ പ്രയോഗങ്ങൾ, ഇതിൻ്റെ കുട്ടിയുടെ അലർച്ചയും അണ്ണാക്കും കേട്ട് തൊട്ടടുത്ത വാസികളൊക്കെ പലപ്പോഴും ചെന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് കിട്ടിയിരുന്ന മറുപടി ഇത് കുട്ടിക്ക് മാനസിക അസുഖമുണ്ട്. പ്രമുഖ ഡോക്ടർമാരുള്ള സ്ഥലമാണ് കേരളം. എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള ചികിത്സ കുടുംബം തേടിയിട്ടുണ്ടോ? ഞങ്ങളുടെ അന്വേഷണം ഏതൊക്കെ അത് പ്രമുഖമായ ചികിത്സ നടത്തിയായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാദേശികമായ ചില സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ഒഴിച്ചാൽ കൂടുതലും ചികിത്സ നടത്തിയിട്ടുള്ളതെല്ലാം ഈ പറഞ്ഞ രീതിയിലുള്ള മന്ത്രവാദങ്ങളും ഇങ്ങനെയുള്ളമായ സിദ്ധന്മാരെയും ഒക്കെ സമീപിച്ചുള്ള ചികിത്സകളാണ് കൂടുതൽ നടത്തിയിട്ടിരിക്കുന്നത്. ഡോക്ടർ സി ജെ ജോൺ, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇത് നാട്ടിലുള്ളവർക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നു. ഇയാളെക്കുറിച്ച് തന്നെ ഇന്ന് പിടിയിലായി, പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ പരാതി നേരത്തെ പോലീസ് പരിഗണിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോവില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചികിത്സകൾക്ക് ഒരു പ്രശ്നമുണ്ട്. പോലീസുകാർക്ക് ഒരു സംശയമുണ്ട്, ഇതിൽ എത്രമാത്രം സത്യമുണ്ട്, ഇനി സത്യത്തിൽ ബാധയുണ്ടോ, കൂടോത്രമുണ്ടോ, കൈവശമുണ്ടോ, അപ്പോൾ ഇവർ ചെയ്യുന്നത് അല്പം ശാസ്ത്രീയമല്ലേ എന്നൊക്കെ ഒരു ആശയക്കുഴപ്പം പലപ്പോഴും പോലീസുകാർക്കും ഉണ്ടാകും. കാരണം ഇപ്പം മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് പറയുന്നത്, ഇപ്പം മനസ്സ് എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഒരു പ്രവർത്തനമാണ്. സാമൂഹികവും ജനിതകവുമായിട്ടുള്ള പ്രതികൂലാവസ്ഥകൾ ഒത്തുചേരുമ്പോഴാണ് മാനസിക രോഗലക്ഷണങ്ങൾ ഉണ്ടാവുക. ഈ രംഗത്ത് ഒരുപാട് വ്യാജ വേഷക്കാർ പണക്കൊയ്ത്ത് നടത്തുന്ന മേഖലയാണ്. ചില്ലറ പൈസയൊന്നുമല്ല വാങ്ങുക. ഇപ്പോൾ ഇതിൽ തന്നെ 4 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെയാണ് ഇത് മാറ്റാനായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് അതിൻ്റെ ചിട്ടകൾ പാലിക്കണം, ഔഷധ ചികിത്സ അതിൻ്റെ കാലയളവിൽ പോകണം, പലപ്പോഴും രോഗനിയന്ത്രണമായിരിക്കും സാധ്യമാവുക. പക്ഷേ ഈ തരം സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാധ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ അതിവേഗം രോഗം എന്നുള്ള ഒരു മുദ്രചാർത്തലില്ലാതെ പെട്ടെന്ന് സൗഖ്യത്തിലേക്ക് എത്തുക എന്നുള്ള ആ ഒരു വാഗ്ദാനത്തിൽ ഒരുപാട് പേര് വീഴുന്നു. ഇതിൽ എപ്പോഴെങ്കിലും ആധുനിക മനഃശാസ്ത്രത്തിന് കഴിയാത്ത എന്തോ ഒന്ന് ഈ അതീന്ദ്രിയ ജ്ഞാനം വഴി നടപ്പാകും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ താങ്കൾ അത് അംഗീകരിക്കാൻ തയ്യാറാണോ? അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ചില ലഘുമാനസിക സംഘർഷങ്ങളിൽ ഇത് ബാധയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ചില സജഷൻസ് വെച്ചിട്ട് മാറ്റുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ചില രോഗലക്ഷണങ്ങളുണ്ടാകുമ്പം ഒരു സജഷൻ കൊടുക്കും, ഇത് മാറും, നിൻ്റെ ഉള്ളിലുള്ളൊരു പ്രേതമാണ്, ബാധയാണ്, അത് ഞാൻ എടുത്തു മാറ്റി കളഞ്ഞിരിക്കുന്നു, അതോടെ നിൻ്റെ വയറുവേദന ശമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സജഷൻ കൊടുക്കുമ്പം തൽക്കാലത്തേക്ക് ഇത് പോകും. പക്ഷെ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ട് ഈ വ്യക്തിക്കുണ്ടായിട്ടുള്ള മാനസിക സംഘർഷം എന്ത് എന്നുള്ളത് അഡ്രസ്സ് ചെയ്യാതെ ഈ ആളുടെ മനസ്സിലേക്ക് ഒരു അന്ധവിശ്വാസം അടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്ത്രീയുടെ പ്രശ്നം മാറുന്നില്ല. അതുകൊണ്ട് ഈ രോഗം ആവർത്തിക്കുകയും വീണ്ടും വീണ്ടും ഈ തരം ബാധ
മാറ്റൽ തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളിലേക്ക് പോയി. കുറേ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വെച്ച് ഒരു ബൾബൊക്കെ പിടിപ്പിച്ചിട്ട് മന്ത്രവാദത്തിന് പകരം യന്ത്രവാദം ചെയ്ത് കാശുണ്ടാക്കുന്ന പുതിയ തരം വ്യാജന്മാരുണ്ടാവുന്ന ഒരു സമൂഹം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ ഉസ്മാൻ മുസ്ലിയാർ, താങ്കൾ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്? ഈ വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഇടയ്ക്കുള്ള മതിൽ വളരെ ദുർബലമാണ്. അപ്പോൾ ഈ കുട്ടീനെ തന്നെ, നേരത്തെ പറഞ്ഞ കുട്ടീനെ തന്നെ അവർ ചികിത്സിക്കുമായിരുന്നു. നല്ല ഡോക്ടറെ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തെ പോലെയുള്ള ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുമായിരുന്നു. പക്ഷേ എന്താ സംഭവിക്കുക? ഇവരുടെ അടുത്ത് പോയാൽ ഇവർ യുക്തിവാദികളും നിരീശ്വരവാദികളുമാണ്. അപ്പോൾ ഇവർ പറഞ്ഞ കുട്ടിക്ക് ഹിപ്നോട്ടിസ് ചെയ്തിട്ട് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ദൈവമില്ല, പടച്ചോനില്ല. അത് ഏത് ജാതി ആയിക്കോട്ടെ, അതിപ്പോൾ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ദൈവമില്ല, പടച്ചോനില്ല. അപ്പോൾ അങ്ങനെയുള്ള ചിന്തിക്കുമ്പോൾ ഈ രക്ഷിതാവ്, ചികിത്സ നടത്തുന്ന രക്ഷിതാവ് വിചാരിക്കും എൻ്റെ മകൾ നാളെ വന്നിട്ട് പടച്ചോനില്ല എന്നും പറഞ്ഞ് നിൽക്കുന്നതിലും ഭേദം ഇങ്ങനെ ഏതെങ്കിലും ദൈവമായിട്ട് ബന്ധപ്പെട്ട, അല്ല മരിക്കട്ടെ എന്ന് വിചാരിച്ചില്ല, ദൈവമായിട്ട് ബന്ധമുള്ള, അതായത് നേരത്തെ പറഞ്ഞല്ലോ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ആളുകളുടെ അടുത്ത് പോയിട്ട് പ്രതിവിധി തേടാൻ വിചാരിക്കുന്നു. ഈ ദൈവമായിട്ട് ബന്ധമുള്ള ആളുകൾ എന്നുള്ള കൺസെപ്റ്റിൽ വരുന്നത് സാധാരണ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അച്ഛന്മാർ, അതുപോലെ തന്നെ ഞങ്ങളുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മുസ്ലിയാർമാർ, ഇവരൊക്കെയാണ്. അതിൽ ഈ ജാടുകളായിട്ടുള്ള ആളുകൾ വേഷം കെട്ടിയിട്ട്, നേരത്തെ പറഞ്ഞല്ലോ പക്ക ക്രിമിനലായിട്ടുള്ള സിറാജുദ്ദീനെ പോലെയുള്ള ആളുകൾ ഞാനും മുസ്ലിയാരാണ്, ഞാനും പണ്ഡിതനാണ്, എനിക്ക് ചികിത്സിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒന്നിടപെട്ട് ചോദിച്ചോട്ടെ, അപ്പോൾ ഇയാൾ വ്യാജനാണ് എന്ന് വെച്ചാൽ ശരിയായ വേഷക്കാരനല്ല, കള്ളനാണ്, കള്ളത്തരം കാണിച്ച ആളാണ്. ശരിക്കും ജിന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനൊഴിപ്പിക്കുകയും ചെയ്യുന്ന ശരിക്കും വ്യാജന്മാരല്ലാത്തവരുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? ഞങ്ങളെ വിശ്വാസപ്രകാരം, മുസ്ലിം വിശ്വാസപ്രകാരം മനുഷ്യൻ ജിന്ന് രണ്ട് വിഭാഗത്തെയാണ് ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചത്. ഈ മനുഷ്യന് കയറിയിട്ട് ജിന്നിൽ കൂടാനോ ജിന്നിന് കയറിയിട്ട് മനുഷ്യന് കൂടാനൊന്നും കഴിയില്ല. ആത്മീയ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖ തന്നെയാണ്. മുസ്ലിങ്ങളിൽ ഇമാം ഗസാലി തങ്ങളെ പോലെയുള്ളവർ കീമിയ സാദ പോലെയുള്ള കിതാബുകൾ തന്നെ രചിച്ചിട്ട് ഇവരുപയോഗിക്കുന്ന ശരിക്കും കെമിക്കലും മരുന്നുകളും ഇഞ്ചക്ഷനും കുത്തി ഇതാക്കുന്നതിന് പകരം ഹീലിംഗ് എന്ന് പറയുന്നത് തെറാപ്പിയാണ്. മതം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മതകേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ താങ്കൾ ഈ പറയുന്ന പ്രവൃത്തികൾ, ആത്മീയ ഹിപ്നോട്ടിസം ഒക്കെ നടക്കേണ്ടത്. മതം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് പുറത്തുള്ള ആളുകൾ സ്വന്തം ചിലവിൽ സ്വന്തം മതത്തിലുള്ള കാര്യം ഉണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പോലും പ്രോത്സാഹിപ്പിക്കാത്ത ആഭിചാര ക്രിയകളും പ്രവൃത്തികളുമാണ് ഇത്തരത്തിൽ മാറി നിന്നുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നവർ സമൂഹത്തിൽ നിന്ന് അവകാശപ്പെടുന്നത്. അത് രണ്ടുപേരുമുണ്ട് ഇതിൽ. അതായത് ഇതിനകത്ത് യഥാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, വ്യാജമായിട്ട് ചെയ്യുന്നുമുണ്ട്. അതിപ്പോൾ എന്തായാലും യഥാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥമായിട്ട്, അതായത് ഇപ്പം ഇവിടെ നടന്നിരിക്കുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മുടെ ഇതിലുള്ള ഒരു സംഗതി അല്ലത്. എന്നുവെച്ചാൽ ഇങ്ങനെ ബാധയെ ഒഴിപ്പിക്കാനായിട്ട്, ബാധയെ അടിച്ച് ഒഴിപ്പിക്കുക അങ്ങനെയുള്ള സമ്പ്രദായം നമ്മുടെ പൂജാകർമ്മങ്ങളിലും അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആയുർവേദത്തെ നമ്മൾ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. ആയുർവേദത്തിൽ പറയുന്നതിനും അപ്പുറമുള്ള ചില അതീന്ദ്രിയമായ ചികിത്സകൾ എങ്ങനെയാണ് വരുന്നത്? ചികിത്സകൾ, ഗ്രന്ഥങ്ങൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇങ്ങനെയുള്ള രീതി അല്ലത്. അതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ദോഷമായിട്ട് ഭവിക്കുന്ന ഒരു കാര്യങ്ങളല്ല നമ്മൾ ചെയ്യും. ആധുനിക മനുഷ്യനെ അംഗീകരിക്കാത്ത ചില ശാസ്ത്രങ്ങളുമുണ്ട് എന്നാണ് ശ്രീ ഉസ്മാൻ മുസ്ലിയാരും ശ്രീ ദീപു നമ്പൂതിരിയും പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞു ഈ ആത്മീയമായിട്ടുള്ള ഹിപ്നോട്ടിസം ഒക്കെ ശാസ്ത്രമാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഈ ഇദ്ദേഹമൊക്കെ പേരിൻ്റെ മുമ്പിൽ ഡോക്ടറൊന്നും കൂടിയൊക്കെ വെച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. ഏതായാലും ഇങ്ങനെയുള്ള ചർച്ചകളിൽ വളരെ ഗൗരവം കുറയ്ക്കുന്ന രീതിയിൽ, നിലവാരം കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഈ മന്ത്രവാദം, ദുർമന്ത്രവാദം എന്ന് പറയുന്നത് കളവും കൊള്ളയും പോലെയാണ്. രണ്ടും കളവും കൊള്ള എന്ന് പറയുന്നതിന് രണ്ട് തലത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും സംഗതി ഒന്ന് തന്നെ. അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളതും ലോകപരിചയം നേടിയിട്ടുള്ള ആളുകൾ പോലും ഇതുപോലുള്ള സിദ്ധന്മാരുടെ, ഈ സിദ്ധന്മാർക്ക് ഇതുപോലെ വ്യാജൊന്നും നല്ലതൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. സിദ്ധൻ തന്നെ പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോവുകയും അവരുടെ അടുത്തുനിന്ന് ഇത് ചികിത്സ എന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയും അവസാനം ഇതുപോലുള്ള മരണം പോലും ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ശാസ്ത്ര അവബോധമില്ല എന്ന് എനിക്ക് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. ശാസ്ത്രം പഠിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം, ശാസ്ത്രം പഠിച്ച് ഒരുപക്ഷെ ആധുനിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയവർ പോലും വളരെ പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങൾ വ്യക്തി ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനതിന് കുറച്ച് പറയുകയല്ല. പക്ഷേ അതൊക്കെ എന്തുകൊണ്ടെന്നാൽ അത് ശാസ്ത്രം പഠിക്കുകയും ശാസ്ത്രബോധം ഉൾക്കൊള്ളാനും പഠിക്കുകയും ചെയ്യുന്നതുള്ളതാണ്. ഈ ശാസ്ത്രബോധം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപക്ഷെ ഒരു ദൈവവിശ്വാസത്തിലേക്കൊക്കെ പോയപ്പോൾ, ആചാരങ്ങളിലേക്കൊക്കെ പോകാൻ ഇത്രമാത്രം തരം താഴ്ന്ന രീതിയിൽ വളരെ മ്ലേച്ഛമായ ആചാരങ്ങളിലേക്ക് പോകാനിടയില്ല. ഇവരുടെയൊക്കെ രീതികളൊക്കെ തന്നെ പലപ്പോഴും വിശ്വാസവുമായിട്ടും മതവുമായിട്ടും കെട്ടുണങ്ങി കിടക്കുകയാണ്.
ഇവിടെയൊക്കെ തന്നെ നമ്മൾ ശാസ്ത്ര അവബോധത്തിൽ വഴി ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരിധി വരെ ഇവരുടെ നിലനിൽപ്പിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മതവിമർശനമായിട്ടൊക്കെ തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും ആ രീതിയിൽ ഡോക്ടർ പറഞ്ഞ പോലെ ആ രീതിയിൽ പോലീസ് അടക്കമുള്ള സംവിധാനം ഇതിനെ ഒരു പക്ഷേ ആ സംശയത്തോടു കൂടിയും ഭയത്തോടു കൂടിയും നോക്കുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞതുപോലെ സമുദായത്തിന്റെ പേരിൽ അങ്ങനെ ഒരു രീതി ഞാനൊരു സമുദായ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്. ഈ സമുദായങ്ങളൊന്നും ഇതിനുള്ള അംഗീകരിക്കുന്ന വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ സമുദായങ്ങൾ അറിഞ്ഞാലും എതിർക്കാറില്ല. തീർച്ചയായും എതിർക്കപ്പോൾ ശക്തിയുള്ളവർ പോലും കണ്ടില്ല എന്ന് അടിക്കാറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ആ ജമാഅത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും പോലീസ് അധികാരികൾക്ക് പരാതി കൊടുത്തു. അപ്പൊ അത് ജമാഅത്തിന് അംഗീകരിക്കുന്നെങ്കിൽ സിറാജുദ്ദീൻ അംഗീകരിക്കുമെങ്കിൽ അങ്ങനെ പരാതി കൊടുക്കുമായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെയും പരാതി കൊടുക്കേണ്ടി വരില്ലേ? ആർക്കെതിരെ? അദ്ദേഹത്തിനെതിരെ. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെയ്തത് ഞാൻ അതിനകത്ത് അത്രയും ഗാഢമായി പഠിച്ച ഒരാളല്ല, അത്രയും ഗൗരവമായി കുറിച്ച് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്ന ആളല്ല. പക്ഷെ ഇവിടെ നടന്ന സംഭവം ഇതിപ്പം ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ ഏതൊരാളും പറയും തെറ്റാണെന്ന് പറയാൻ പറ്റും. മന്ത്രവാദം എന്ന് പറയുമ്പോൾ എന്താണെന്നും കൂടി പറയും. മന്ത്രവാദം അറിയുന്ന കൂട്ടരും അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ള കൂട്ടരും. ഒരു ക്യാൻസർ വന്നാലും എയ്ഡ്സ് വന്നാലും ചികിത്സിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു ഭ്രാന്ത് വന്നാൽ ആശുപത്രിയിൽ പോകാൻ ആരും തയ്യാറില്ല, മാനസിക രോഗം വന്നാൽ. അതുപോലെ തന്നെ ഇവരെ പോലെയുള്ള ആൾക്കാർ പൊടുപ്പും തൊങ്ങലും വെച്ച്, ഈ നമ്പൂതിരിയെ പോലെയും മുസ്ലിംലെ പോലെയുള്ള ആൾക്കാർ പൊടുപ്പും തൊങ്ങലും വെച്ച് ഇവർ ചെയ്ത ചില കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ട പല ഏജന്റുമാരുണ്ട് ഇവർക്ക്. ഈ ഏജന്റുമാരുടെ വാക്ക് കേട്ടിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ടുള്ളത്. പിന്നെ മലയാളി പൊതുവെ എന്നെ ഒന്ന് പറ്റിക്കുകയെന്ന് പറഞ്ഞ് നടക്കുകയാണ്. മന്ത്രവാദം എന്ന് പറയുന്നത് ശരിക്കും അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആകെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ 99% ആളുകളും വിവരമില്ലാത്ത, അറിവില്ലാത്ത എന്നെ പറ്റിക്കുകയെന്ന് പറഞ്ഞ് ആകെ വിവരവും ബുദ്ധിയുള്ള ആകെ ഒരു വക്കീലും ഇയാൾ മാത്രമേ ഉള്ളൂ വരുന്നത്. മന്ത്രവാദം നടത്തി ഈ ഒരു കുട്ടിയെ കൊല്ലാൻ കഴിഞ്ഞില്ല, ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? ആർക്കെങ്കിലും ആ കുട്ടീനെ തന്നെ അതുപോലെ തന്നെ ജീവിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ സീരിയസ് ആയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയത്തിന്റെ ഗൗരവത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ മന്ത്രവാദം ചെയ്താണ് മരിച്ചുപോയ ആള് ജീവിച്ചു വരുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം പറയണ്ട. നാളെ മുസ്ലിയാരുടെ കൂടെ വരും, യുക്തിവാദം ഉപേക്ഷിച്ചിട്ട് മുസ്ലിയാരുടെ കൂടെ ജീവിപ്പിക്കുകയാണെങ്കിൽ. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഉടനെ വൈദ്യശാസ്ത്രം പറയുന്നത് ദൈവമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം അദ്ദേഹം പറഞ്ഞു. ഒരു കാരണവശാലും അങ്ങനെ വൈദ്യശാസ്ത്രം ചെയ്യാറില്ല. പോയാലും നല്ല പറഞ്ഞത് ഇദ്ദേഹത്തെ പോലെ ദൈവമില്ല, യുക്തിവാദം എന്ന് പറഞ്ഞാൽ ദൈവമില്ല. വളരെ അപകടകരമായിട്ടുള്ള സാമാന്യവൽക്കരണത്തിലേക്ക് പോകാൻ പാടില്ല. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. വളരെ കർശനമായിട്ടുള്ള എന്ത് പരിശീലനം കിട്ടി എന്നൊക്കെ നിശ്ചയിച്ചിട്ട് കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങാനായിട്ടുള്ള ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ടാവുകയാണെങ്കിൽ ഇന്ന് കൗൺസിലർമാർ എന്ന് പറയുന്ന പലരും ഈ രംഗത്തുണ്ടാവില്ല. ആരും വിദഗ്ധ അഭിപ്രായം പറയാനായിട്ട് വന്നിരിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ കഷ്ടകാലത്തിന് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതുകൊണ്ട് ആർക്കും കൗൺസിലറാവാം, ആർക്കും എന്തും പറയാം, അവർ പറയുന്നതെല്ലാം സത്യമാണ്. ഇങ്ങനെയുള്ള ചില അവസ്ഥകൾ വരാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ മന്ത്രവാദവും അതുപോലുള്ള കുടോത്രം ഒഴിപ്പിക്കലുകാർക്കും വളരെ കണ്ണടച്ചിട്ട് പറയാം ഞങ്ങൾക്ക് രക്ഷിക്കാമെന്ന്. വൈദ്യശാസ്ത്രത്തിന് അതിൻ്റെ പരിമിതി അറിയാവുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പ്രോബബിലിറ്റീസ് പറയുന്നത്. അതാണ് ശാസ്ത്രത്തിൻ്റെ രീതി. അന്ധവിശ്വാസങ്ങളുടെ രീതി ഇതാണ്. ആരെ വേണേ കൊണ്ടുവന്നോളൂ, ഞങ്ങളിതാ റെഡിയാക്കി തരാം എന്ന് പറയുന്നിടത്ത് അത് ആര് പറഞ്ഞാലും, ഒരു ഡോക്ടർ പറഞ്ഞാലും നിങ്ങൾ സംശയിക്കണം. അതിലൊരു പ്രശ്നമുണ്ട്. കാരണം അങ്ങനെ പറയാൻ പറ്റില്ല. മനുഷ്യാവസ്ഥ എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. ഒന്ന് പറയാമോ? നല്ല മന്ത്രങ്ങളും ചീത്ത മന്ത്രം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞറിയാം. സാത്വിക മന്ത്രങ്ങളും അഥർവവേദത്തിലെ മന്ത്രങ്ങളും. ദുർമന്ത്രങ്ങൾ പറഞ്ഞിട്ടില്ല അഥർവവേദത്തിലാണ്. അപ്പൊ സാറിന് അറിയാമല്ലോ അതല്ല ഞാൻ പറഞ്ഞത്. ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞത്. ശാസ്ത്രം അതേപോലെ പ്രയോഗിക്കുന്ന ആൾക്കാരുമുണ്ട്, അല്ലാതെ ഒരു സംശയം. ഇപ്പൊ ഇത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം എന്നുള്ളതാണ്. ഈ മന്ത്രം ഏത് തരത്തിലുള്ള ശാസ്ത്രമാണെന്ന് പറഞ്ഞാൽ കൊള്ളാം. രണ്ടാമത്തത്, ഇതുകൊണ്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ധാരാളം പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതും കൊണ്ട് നടക്കുന്ന ആളുകൾ രക്ഷപ്പെട്ടതല്ലാതെ മനുഷ്യർക്കാർക്ക് ഒരു ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പറഞ്ഞ ഏതെങ്കിലും ജ്യോതിഷന്മാരെടുത്തോ മന്ത്രവാദിയുടെ അടുത്താലും പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ഇതിന്റെ പൊള്ളത്തരമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഞാൻ ദിവസം കേൾക്കുന്നതാണ്.
മരണത്തെ തുടർന്ന് ചില സീരിയലുകൾ ചില പത്രങ്ങളിൽ വരുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ മാന്ത്രിക ഏലസിന്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. എന്ത് ആത്മാർത്ഥതയോടുകൂടിയാണ് അവർ കൊടുത്തിട്ടുള്ളത്? ഇത് ആർക്കാണ് ഇതിനകത്ത് ഉത്തരവാദിത്വം? മാധ്യമങ്ങൾക്ക് ഒരു ആത്മാർത്ഥയില്ല, രാഷ്ട്രീയക്കാർക്ക് ആത്മാർത്ഥയില്ല, ഒരു കടമറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു ദിവസം ആ പള്ളിയിൽ പോയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായ ഒരു അനുഭവം പറയുകയാണ്. ഞങ്ങൾ പള്ളി സന്ദർശിച്ച് ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഒരു ഫാമിലി അവിടെ കടന്നു വന്നു. വയറ്റില ആ ഭാഗത്തായിട്ടുള്ള ഒരു ആളുടെ അടുത്ത് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും പരിഹാരം പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. കടമറ്റത്ത് ചെന്നിട്ട് നിങ്ങൾ ചെയ്യണം, അവിടെ അടുത്ത് തന്നെ ഒരു പെട്ടിക്കടയുണ്ട്, ആ പെട്ടിക്കടയായിട്ട് ബന്ധപ്പെടണം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ തരും. ഒരു 9 കൂട്ടം സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പാക്കറ്റായിട്ട് വാങ്ങണം, ഒരു എമൗണ്ട് കൊടുത്ത് വാങ്ങണം. അത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ചെറിയ കുപ്പി മദ്യമുണ്ട് അതിനകത്ത്, ചെറിയ കുപ്പി. അപ്പോൾ ഇതെല്ലാം ഒരു പഴമുണ്ട്, മിച്ചറിൻ്റെ പാക്കറ്റ് ഉണ്ട്, അങ്ങനെ പല പല ഐറ്റംസാണ്. അപ്പോൾ വളരെ രസകരമായ കാര്യമാണ്. ഇത് കൊണ്ടുപോയി അവിടെ ഒരു കിണറുണ്ട്, ആ കിണറിൻ്റെ അകത്ത് കൊണ്ടുപോയി, പള്ളിയായിട്ട് ബന്ധമില്ല, പുറത്താണ്. അപ്പോൾ ആ കിണറിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ കോഴിയുടെ തലയൊക്കെ മുറിച്ചിട്ട് അതൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇത് ഒരാളവിടെ സൂപ്പർവൈസിങ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളി വന്നിട്ട് പറയാണ്, ഈ പുള്ളി വേഗം പറഞ്ഞ് മദ്യം അപ്പടി ഒഴിക്കണ്ട കേട്ടാ, കുറച്ച് ഒഴിച്ചാൽ മതി, ബാക്കി ഞാൻ ഒഴിച്ചോളാം, നിങ്ങൾ പോക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ ഇങ്ങോട്ട് മാറി. അപ്പം ഞങ്ങളിതെല്ലാം നോക്കിക്കൊണ്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ കാണുന്നത് എന്താണെന്നറിയോ, ഈ പുള്ളി അവിടെ നിന്ന് അതിനകത്തുണ്ടായിരുന്ന പഴവും ആ മദ്യം വീഴാത്ത മിച്ചറും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പെറുക്കി കൂട്ടി എടുത്തിട്ട് അവിടെ അടുത്ത് മാറിപ്പോയിരുന്ന് ആ മദ്യം കുടിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ അയാൾ ഭക്ഷിച്ചു. അപ്പം അനാചാരങ്ങൾ ഇന്ന് ഓപ്പണായിട്ട് നടക്കുന്നുണ്ട്. അത് എതിർക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. എനിക്കൊരു കുറച്ച് മുസ്ലിം ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഞാൻ അവരായിട്ട് ബന്ധം. പക്ഷെ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ എടാ ഞങ്ങൾക്ക് നാള് പോലും ഇല്ല, ഞങ്ങൾക്ക് നാള് പോലും പറയാൻ പറ്റില്ല, ജ്യോതിഷം എന്ന വാക്ക് ഞങ്ങളുടെ ഇല്ല. അങ്ങനെയുള്ള സമയത്താണ് ഉസ്മാൻ മുസ്ലിം എന്ന് പറഞ്ഞ മുസ്ലിം എന്ന് പറഞ്ഞ ആൾ അറേബ്യൻ ജ്യോതിഷം എന്നുള്ളൊരു പ്രൊഡക്റ്റ് തന്നെ പറയാം. ആ പ്രൊഡക്റ്റിന്റെ പേര് അത് ഇങ്ങനെ ഇത് അംഗീകരിച്ച് തരികയാണെങ്കിൽ ഇതിന് ഏറ്റവും വലിയ തട്ടിപ്പാണ്. ജ്യോതിഷം എന്ന് പറയുന്ന വാക്ക് മലയാളമാണ്, മന്ത്രം എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പം അറബി ജ്യോതിഷം എന്ന് പറഞ്ഞതിൻ്റെ സംശയം എന്ന് തോന്നുന്നത്. മുസ്ലിങ്ങൾക്ക് നിസ്കാരം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നിസ്കാരം മലയാളമാണ് വാക്ക്, നിസ്കാരത്തിൻ്റെ അറബി വാക്ക് സ്വലാത്ത് എന്നാണ്. ജ്യോതിഷം മന്ത്രം എന്നൊക്കെ പറയുന്നത് അറബിയിൽ തൽസമാത്ത് അസ്മാ എന്ന പേരിൽ അറിയപ്പെടുക. ഇതൊരു ശാസ്ത്ര ശാഖയാണ് മുസ്ലിങ്ങൾക്ക് സുന്നി വിശ്വാസത്തിൽ. ഇപ്പം ജ്യോതിഷം നല്ലതാണോ അല്ലെങ്കിൽ യുക്തിവാദി നല്ലതാണോ എന്നതിലേക്ക് പോകുന്ന ചർച്ച അതൊരിക്കലും സ്വീകരിപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീ ജവാദ്, ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം മതപ്രസ്ഥാനങ്ങൾ തന്നെയാണ് ശക്തമായ ഒരു നിലപാടെടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത്രേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്കില്ല. നിങ്ങൾ നിലപാടെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയ അന്ധവിശ്വാസവും ചെറിയ അന്ധവിശ്വാസവും അങ്ങനെ ഉണ്ട്. അല്ലെങ്കിൽ വലിയ ആളുകൾ ചെയ്യുന്നത് ശരിയായ വിശ്വാസം, ചെറിയ ആളുകൾ ചെയ്യുന്നത്, സംഘടിതരല്ലാത്തവർ ചെയ്യുന്നത് തെറ്റ് എന്നൊരു ധാരണ കേരളത്തിൽ അടിസ്ഥാനപരമായിട്ട് അങ്ങനെ ഇല്ല. പക്ഷേ കേരളത്തിൽ അത് പ്രായോഗികമായിട്ടുണ്ട്. പാണക്കാട് തങ്ങൾ പോലുള്ള ആളുകൾ പോലും ഇങ്ങനെ ഓതി കൊടുക്കുക, പേന പൂജിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു മന്ത്രി പറഞ്ഞതും ജീവിച്ചിരിക്കുന്ന മനുഷ്യദൈവം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ ചെങ്ങന്നൂരിൽ ഒരു ദേവി തൃപ്പൂത്താകുന്നു, അത് മെൻസസ് ആകുന്നു, അതിന് വേണ്ടിയിട്ട് ആ ചേല ലേലം ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ സാംസ്കാരിക കേരളം അതേപടി അംഗീകരിച്ച് അത് കാശ് കൊടുത്ത് മേടിക്കാൻ വേണ്ടി അവിടെ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻ സഭയിൽ ഇപ്പോൾ എബൂപ്രാസമ്മയും ചാവറാച്ചനൊക്കെ ദൈവം സെയിൻ്റായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാനം എന്താ? അവരിൽ വിശ്വസിച്ചുകൊണ്ട് രോഗം ഭേദമായി, വളഞ്ഞ കാല് നേരെയായി, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ലഭിച്ചു. ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. പക്ഷെ അതിന് വളരെ വലിയ പ്രാധാന്യം കൊടുക്കും. എവിടെയാണ് നമ്മൾ ഈ വിശ്വാസവും അന്ധവിശ്വാസവും വേർതിരിക്കുക? അല്ല, ഇത് നമ്മുടെ സംസ്കാരമായിട്ട് അലിഞ്ഞു ചേർന്ന് പോയിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. ഇത് ശക്തമായിട്ടുള്ള ബോധവൽക്കരണത്തേക്കൂടെ തന്നെ ഇത് മാറ്റാൻ പറ്റുള്ളൂ. പലപ്പോഴും ഈ മന്ത്രവാദത്തിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പോയി തട്ടിപ്പിന് ഇരയാക്കി കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഇതിനെ പഴി പറയുന്നില്ല. കാരണം എന്തോ സമയദോഷം കൊണ്ട് ഇത് ഫലിച്ചില്ല, അതുകൊണ്ട് ഡോക്ടറെ മരുന്ന് കഴിക്കാനായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു എന്നേ പറയുള്ളൂ. കാരണം അവിടെ ഒരു ഭയത്തിൻ്റെ അംശമുണ്ട്. കാരണം ഇനി എങ്ങാനും പഴി പറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും ഈ മന്ത്രവാദം തിരിച്ചടിച്ചാലോ എന്നുള്ളൊരു ഭീതിയുണ്ട്. ഹസീനയുടെ മരണം പറഞ്ഞ പോലെ അവിടെ അടുത്ത് തന്നെ ഇന്ന് പേപ്പറിൽ വായിച്ചാണ് ഒരു കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിച്ച് ആസ്പത്രിയിൽ കിടക്കുക. എന്താണെന്ന് വെച്ചാൽ അടുത്ത വേറൊരു ജാതിക്കായ ഒരു മനുഷ്യനായിട്ട് പ്രണയം മാറ്റി കൊടുക്കാൻ വേണ്ടി. ഈ നൂറ്റാണ്ടുകൾ പിന്നിട്ട ആ അബദ്ധ ജടിലമായ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തിച്ചേർന്നിരിക്കുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. അതായത് ഞാൻ ഒരു ലീഡിംഗ് ന്യൂസ് പേപ്പറിൽ കണ്ടതാണ്, അതായത് എന്ത് പ്രശ്നത്തിന് പരിഹാരം, അതായത് കാര്യതടസ്സം, കുടുംബ വഴക്ക്. ആക്ച്വലി ഇത് എല്ലാ വീടുകളിലും ഉള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഒരു മനുഷ്യായുസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ പോകാത്ത ആരും തന്നെ ഇല്ല. അപ്പോൾ അത് ആക്ച്വലി ഒരു അജ്ഞരായിട്ടുള്ള ആളുകളെ കബളിപ്പിക്കുന്നതല്ലേ? ഞാൻ ജ്യോതിഷ മേഖലയിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ISROയിലെ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ
എൻ്റെ അടുത്ത് പല ആവശ്യത്തിനും, അതുപോലെ തന്നെ ഈ വക്കീലിന് പോലെയുള്ള പിന്നെ ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് വരെ എൻ്റെ അടുത്ത് പല എന്ന് വെച്ചാൽ ഈ ജ്യോതിഷ മാന്ത്രിക കാര്യം ഞാൻ ഫ്രാങ്കായിട്ട് പറയട്ടെ, ഈ വിദ്യാഭ്യാസം കുറഞ്ഞവരല്ല, ഇപ്പൊ വിദ്യാഭ്യാസം കൂടിയവരാണ് ഇതിന് അഡിക്റ്റ് ആകുന്നത്. വരാറുണ്ടെന്ന് മാത്രമല്ല, ഇപ്പൊ വിദ്യാഭ്യാസപരമായി അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഉന്നതിയിലുള്ളവരാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതലായിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാർ തന്നെയായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ആളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ വക്കീലിനൊക്കെ അതിനെ പറ്റിയിട്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കാനേ കഴിയുള്ളൂ എന്നത് കൊണ്ട് ഞാൻ കാര്യത്തിൽ ഇടപെടും. ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ അടുത്തും ഇതുപോലെ പ്രധാനപ്പെട്ട ആളുകൾ വരാറുണ്ടോ? വരാറുണ്ട്. പേര് വെളിപ്പെടുത്താൻ കഴിയുന്നവർ? പറ്റത്തില്ല. പേര് ആരുടെയും പേര് പറയാൻ പറ്റത്തില്ല. ഇതിപ്പം ഞാൻ ഒരാളിനെ വിളിച്ചു വരുത്തുമല്ല, ഞാൻ എങ്ങും പരസ്യം കൊടുത്തോ അല്ലെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരണം എന്ന് പറഞ്ഞ് ആരെയും ഞങ്ങൾ വിളിച്ചു വരുത്തുന്നതല്ല. അവർക്ക് വിഷയങ്ങൾ ഉണ്ടായി കഴിയുമ്പം ആരെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ ഏജന്റുമാരുണ്ടോ? ഇല്ല, ഏജന്റുമാരൊന്നുമില്ല. നമുക്ക് ഒരാൾ പരിഹാരം ഉണ്ടായി, ഒരാൾക്ക് ഒരു റിസൾട്ട് ഉണ്ടായിട്ടായിരിക്കും മറ്റൊരാളെ അവർ വിളിച്ചുകൊണ്ട് വരുന്നത്, അല്ലാതെ ചുമ്മാതെ വരുന്നില്ല. ഇനി വിശ്വാസത്തെ എത്ര നമ്മൾ അടിച്ചമർത്താൻ ശ്രമിച്ചാലും വിശ്വാസമുള്ളവർ വരികയും ചെയ്യും, ഇതെല്ലാം ചെയ്യുകയും ചെയ്യും. റോക്കറ്റ് വിടുമ്പോൾ തേങ്ങ ഒടിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കൊച്ചിയിൽ മെട്രോ തുടങ്ങുന്നതിന് മുമ്പ് ഭഗവതി സേവ നടത്തുന്നു, ഗണപതി ഹോമം നടത്തുന്നു. ഇതൊക്കെ ഇന്ത്യയെ പോലുള്ള ഒരു മതേതര രാഷ്ട്രത്തിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. പക്ഷേ ഇത് ചെയ്യുകയും ചെയ്യുന്നു, അതിന് പൊതുവായിട്ടുള്ള അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടകരം. ചന്ദ്രയാൻ വിക്ഷേപിച്ചതിന് ശേഷം ഗുരുവായൂർ വന്ന് പൂജ നടത്തി. പക്ഷെ നമ്മുടെ നികുതിപ്പണം കൊണ്ട് ഈ ചന്ദ്രനിൽ പോയാലും നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെന്താ ചെയ്യണമെന്നറിയാമോ? അവിടെ പോയി തേങ്ങ അടിച്ചിട്ട് പോരും. ഈ അന്ധവിശ്വാസങ്ങൾ വളരുന്നതിൽ ഇവിടെ മാധ്യമങ്ങൾ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ തന്നെ ഈ സിദ്ധന്മാരുടെയൊക്കെ കമ്മീഷൻ ഏജന്റുമാരായിട്ട് പ്രവർത്തിക്കുക. സുനീഷിയ പ്രശ്നം തീർക്കാൻ ഒരു കർമ്മം ചെയ്ത് അത് മാറ്റാൻ കഴിയുമോ? റേഷൻ കാർഡിലെ അരി കിട്ടാൻ, മണ്ണെണ്ണ കിട്ടാൻ എന്തെങ്കിലും കർമ്മം ചെയ്യാൻ താങ്കളുടെ പരിപാടി കഴിയുമോ? അതിനകത്ത് ഒന്നെങ്കിൽ പറയാം, അമ്പലത്തിൽ ഒരു 101 ശയന പ്രതിഷ്ഠ നടത്തുക, അല്ലെങ്കിൽ ഒരു 5-6 കഥന പൊട്ടിക്കുക, ദൈവത്തിന് ചെവിയായിട്ടോട്ടെ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്യുന്നല്ലാണ്ട് നിങ്ങൾ ഈ കാണുന്ന ആ റോഡിൽ ഒരു കുഴി അടച്ചൊരു നല്ല കാര്യം ചെയ്തിട്ട് നിങ്ങളുടെ ഈ പ്രശ്നം മാറുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്നവരെ? ഈ അന്ധവിശ്വാസം നേരിടാൻ എന്ന് വെച്ചാൽ നമുക്ക് മുന്നിൽ 2 മാതൃകകളുണ്ട്. മഹാരാഷ്ട്രയിൽ വലിയ പ്രക്ഷോഭത്തെ തുടർന്ന് വലിയ പ്രതിസന്ധികളും പ്രതിഷേധവും ഒക്കെ നേരിട്ട ശേഷമാണ് അന്ധവിശ്വാസ വിരുദ്ധ നിയമം എന്ന് വ്യക്തമായ വ്യവസ്ഥകളോടുകൂടി നിയമം വന്നത്, നിർമ്മാർജ്ജന നിയമം, അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം എന്ന നിയമം വന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ആളുകളെ ഇന്ന കാര്യം സാധിക്കും, ശാസ്ത്രീയമായി തെളിവില്ലാത്ത കാര്യങ്ങൾ സാധിക്കും എന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യുന്നത് തട്ടിപ്പാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് ഈ പ്രവൃത്തി തുടരാൻ കഴിയുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരാളിനോട് കാര്യം ചെയ്തു തരാം അല്ലെങ്കിൽ മാറ്റിത്തരാം എന്ന് പറഞ്ഞ ഒരാളിനെ നമ്മൾ ആരും ഇങ്ങോട്ട് കാൻവാസ് ചെയ്യുന്നില്ല. എൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ പ്രവർത്തന മേഖല തുടങ്ങുന്നതിന് എനിക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സഭയുണ്ട്, ഞങ്ങളതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് സഹിതമായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ജ്യോതിഷം പഠിപ്പിക്കുന്ന കോളേജുണ്ട്, കോളേജിൽ ജ്യോതിഷത്തിന് പഠിച്ച് ആ സർട്ടിഫിക്കറ്റും ഇതെല്ലാം സഹിതമായിട്ട് ഞങ്ങൾ ജ്യോതിഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഒരാളുടെ മനസ്സിന്റെ വിഷമങ്ങൾ വരുമ്പോഴാണ് ജ്യോതിഷന്റെ അടുത്ത് ചെല്ലുന്നതെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും മനസ്സിന്റെ പ്രശ്നങ്ങളുമായി വരുന്ന ഒരാളോട് ഒരു നല്ല സൈക്യാട്രിസ്റ്റിന്റെ പേര് പറഞ്ഞ് അവിടെ ചികിത്സിക്കുമെന്ന് പറയാൻ തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഒരു സൈക്യാട്രിസ്റ്റ് എന്താണ് ചെയ്യുന്നത്? സൈക്കാട്രിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ ആ മാനസികമായിട്ട് പ്രശ്നമുള്ളവർക്ക് ആ ഇഞ്ചക്ഷൻ കൊടുത്ത് അല്ലെങ്കിൽ അവരത് ആ അവസ്ഥയിൽ നിന്ന് നോർമലായിട്ടുള്ള അവസ്ഥയിൽ നിന്നും അവരെ നോർമൽ അല്ലാത്ത ഒരു മയക്കത്തിലേക്ക് മാറുന്നവർ. ശ്രീ ഉസ്മാനും ശ്രീ ദീപു നമ്പൂതിരിയും ആധുനിക മനഃശാസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാനസിക രോഗചികിത്സയെക്കുറിച്ചിട്ട് എത്രമാത്രം അജ്ഞരാണ് എന്നുള്ളത് അവർ ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരാൾ പറഞ്ഞു അനസ്തീസിയ കൊടുത്തിട്ടാണ് സൈക്കാട്രിസ്റ്റ് ചികിത്സിക്കാമെന്ന്, മറ്റൊരാൾ പറഞ്ഞു ഹിപ്നോട്ടിസം ചെയ്താണ് ചികിത്സിക്കാമെന്ന്. ഈ അജ്ഞത എനിക്ക് ഉറപ്പാണ് ഇവർക്ക് അറിയാം എന്താ ചെയ്യുന്നതെന്ന് സൈക്കാട്രിസ്റ്റ്, പക്ഷേ അവരത് പറയില്ല. കാരണം അത് കച്ചവട തന്ത്രമാണ്. സൈക്കാട്രിസ്റ്റ് ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ കച്ചവടം നടക്കുകയുള്ളൂ. 2, ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്വേഷണങ്ങളിലൂടെ ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലായി. ഇവർക്ക് പലർക്കും അറിയാം ഭൂമി ഉരുണ്ടതാണ്. ഇനിയുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇത്ര ശക്തമായ ഒരു നിയമം കേരളത്തിലും കൊണ്ടുവരിക എന്നതാണ്. പക്ഷേ കേരളത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഇപ്പോഴും ഇവരുടെ അടുത്ത് ക്യൂ നിൽക്കുകയാണെങ്കിൽ ആര് നിയമം കൊണ്ടുവരും? ആരോട് പറയണത്?
നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചെന്നാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാന നിയമം കൊണ്ടുവരുന്ന വലിയ വിഷയമുള്ള കാര്യമല്ല. അതിനകത്ത് മത നേതാക്കന്മാരെന്നോ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെന്നോ ഒരു വകതിരിവ് വേണ്ട. ഈ രീതിയിലുള്ള മന്ത്രവാദം ചെയ്യുന്ന എല്ലാവരെയും പിടിച്ച് ജയിലിൽ അടച്ചതുകൊണ്ട് സമൂഹത്തിന്റെ മനസ്സിൽ കിടക്കുന്ന ഈ വിശ്വാസം മാത്രമല്ല, ഇതിലേക്ക് ആളുകൾ പോകാതെ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് സാക്ഷരതയിൽ 1ാം സംസ്ഥാനമാണ്. ഈ സന്യാസിമാരെ അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നതിനുപരിയായി ഈ ആളുകൾ ഇതിലേക്ക് പോകാതിരിക്കുന്ന തരത്തിലുള്ള നിയമം കൊണ്ടുവരാൻ അവരെ, അതും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രബുദ്ധരാക്കുന്നു. എനിക്കതിനകത്ത് പേര് നിർദ്ദേശിക്കാനുണ്ട്. ഓപ്പറേഷൻ ബ്ലാക്ക് സേവ നടക്കുന്ന കാര്യമാണെന്ന് താങ്കൾക്ക് കേരളത്തിൽ നടക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഓപ്പറേഷൻ കുബേര പോലെ എന്തോ ഒരു പരിപാടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ചെറുകിട ആളുകൾ, ഈ സിറാജുദ്ദീനെ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും അന്നത്തെ നിത്യവൃത്തി കഴിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മുട്ടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റൂ, പോലീസിനെ കൊണ്ടോ വേറെ എന്തെങ്കിലും കൊണ്ട് ഉള്ളിലാക്കാൻ പറ്റും. ഇപ്പോൾ പാണക്കാട് തങ്ങളൊരു ചരട് മന്ത്രിച്ചു കൊടുക്കുന്നത് നിർത്തുമെന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ പിറ്റേന്ന് ഒരുപാട് ബസ്സുകൾ കത്തും, സാമുദായികമായിട്ട് ഏറ്റെടുക്കും. പേട്ടയിലൊക്കെ ഉള്ള ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോട്ടയം ഈ ഭാഗത്തും കുറെ കത്തും ഇല്ലേ, സാധാരണ അല്ലേ. അതുപോലെ തന്നെ അമൃതാനന്ദമായി അമ്മേനെ പോലെയുള്ള മടക്കാരും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വാമികളൊക്കെ നടത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഹിന്ദുക്കളും കത്തിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഇങ്ങനത്തെ ഒരു നിയമം നടപ്പിലാക്കുക എന്നുള്ളത് സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, ഉസ്മാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഈ മന്ത്രിമാരുടെയും ISRO ഒക്കെ പറഞ്ഞത് പൂർണ്ണമായിട്ടും കളവാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, തീർച്ചയായിട്ടും കേരള സമൂഹം ഈ ഒരു തിരിച്ചുപോക്കിൽ നിന്ന് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഈ ശ്രീ ഉസ്മാൻ പറഞ്ഞു എന്നുള്ള കാര്യം. ഇതിന് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാരടക്കം ഈ രംഗത്ത് മുന്നോട്ട് വരികയും ഇതുപോലുള്ള അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ ശക്തമായിട്ട് ഈ പൊതുസമൂഹത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും. ഒരു മന്ത്രവാദി അദ്ദേഹത്തിന്റെ മകളെ ചികിത്സിക്കാൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ മന്ത്രവാദത്തിന് ശക്തിയില്ല, എന്തുകൊണ്ട് ഈ മകളെ എൻ്റെ അടുത്ത് വന്നു? പറഞ്ഞു, ഡോക്ടറെ ഉദര നിമിത്തമാണ്, ഡോക്ടറെ എൻ്റെ മകളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. വിവരം വിദ്യാഭ്യാസം എന്നുള്ളത് വകതിരിവിന്റെ ലക്ഷണമല്ല. അതുകൊണ്ട് മന്ത്രിമാർ പോകുന്നു, വലിയ വലിയ ആളുകൾ ഇവരുടെ അടുത്ത് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റർ ഉസ്മാൻ, മനഃശാസ്ത്രജ്ഞനും അറിവുണ്ട് എന്നുള്ളത് കൊണ്ട് വകതിരിവ് ഉണ്ടാവണമെന്നില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവരെല്ലാം അന്ധവിശ്വാസത്തിന്റെ ചാട്ടവാർ അടിച്ച് മനുഷ്യ മനസ്സുകളോടാണ് പോരാടുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ വാറാണ്. ഇത് വളരെ വ്യക്തമായിട്ട് ശാസ്ത്രീയ അവബോധം കൊണ്ട് പരിഹരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിയമം കൊണ്ട് ഇത് നടക്കില്ല. നിയമം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം ലംഘിക്കാൻ കെൽപ്പുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സാഹചര്യം സങ്കീർണമാണ് എന്നുള്ളത് നമ്മുടെ ചർച്ചയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മന്ത്രവാദത്തിലും ആഭിചാര ക്രിയകളിലും അഭയം തേടുന്നത് കേരളത്തെ അമ്പരപ്പിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ചികിത്സ ശാസ്ത്രീയ അവബോധം കൂടുതൽ ശക്തമാക്കുകയാണ് എന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം ചൂഷണം ചെയ്യാൻ ഇറങ്ങുന്നവർക്കെതിരെ കൂട്ടായ ജാഗ്രതയും അതിശക്തമായ നിയമ നടപടികളും ആവശ്യമാണ്, അനിവാര്യമാണ്, അടിയന്തര ആവശ്യമാണ്. ഈ ചർച്ചയുടെ പൊതുവികാരം പങ്കുവച്ചുകൊണ്ട് നിയന്ത്രണ പൂർണ്ണമാകുന്നു.